ഇപ്പോൾ നമ്മൾ ഗോഡ് സ്മിത്തിൽ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെജോയുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. നമുക്കിപ്പോൾ വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ മെജോയുടെയും മെജിഷയുടെയും വീട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജോലിയായിരുന്നോ? നേഴ്സായിട്ട് ജോലി ഏത് ഡിപ്പാർട്ട്മെന്റായിരുന്നു? അവിടെ ഐസിയു തന്നെയായിരുന്നു. മെജോ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ജോലി കിട്ടാനൊക്കെ എളുപ്പമായിരുന്നോ? നാട്ടിൽ നിന്ന് വന്നിട്ട് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. NHS ഡയറക്ടർ ആപ്ലിക്കേഷൻ കൊടുത്തു, ട്രാക്ക് ജോബ് വഴി. അതിനുശേഷം അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പോയി. 10 ക്വസ്റ്റ്യനുകൾ എന്നോട് ചോദിച്ചു. എന്തായിട്ടായിരുന്നു ആദ്യം കിട്ടിയത്? ഞാൻ NHS ആദ്യം അപ്ലൈ ചെയ്തത് കിച്ചൺ പോർട്ടർ ആയിട്ടായിരുന്നു അപ്ലൈ ചെയ്തത്. ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ട് വന്നത്? ട്രസ്റ്റ് വാല്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ടോട്ടൽ 10 ക്വസ്റ്റ്യൻ. ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയാണ് പ്രധാനമായിട്ടും അല്ലേ? വാർഡുകളിലും എല്ലാ സ്ഥലങ്ങളിലും. അതെ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ എളുപ്പമായിരുന്നോ? ജോലി കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളും തരും. ഫുഡ് സ്റ്റാൻഡേർഡും ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? അതെ. ഇപ്പൊ ഇതുപോലുള്ള ധാരാളം ജോലികളുണ്ട് NHS. പലർക്കും അതേക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും കരുതുന്നത് നഴ്സിംഗ് ഒക്കെ പഠിച്ചാൽ മാത്രമാണ് ജോലി കിട്ടുക എന്നുള്ളത്. പക്ഷേ ഡിപെൻഡൻസ് ആയിട്ടുള്ളവർക്ക് ഇത്തരം മറ്റു മേഖലകളിലും ജോലി ലഭിക്കുന്ന ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ചും ഈ കിച്ചൺ ഏരിയകളിലൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ പലരും കരുതുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് ഒരു ജോലി ഓപ്ഷൻ ഉള്ളൂ NHS എന്നാണ്. അപ്പം മറ്റു മേഖലകളിലും ജോലി ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് കിട്ടുക. അത് ട്രാക്ക് ജോബ് വഴി നമ്മൾ ഡയറക്റ്റ് സാധാരണയായി ഡിപെൻഡന്റ് ആയി നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ കെയർ ഹോമിലോ അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലിലോ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് സാധാരണ അപ്ലൈ ചെയ്യാറ്. ഇവർ മറ്റു ജോലിയെ കുറിച്ച് അന്വേഷിക്കാറില്ല. നമുക്ക് ഇപ്പോൾ ഈ NHS ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ബാൻഡ് 2 കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കിച്ചൺ പോർട്ടറായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കാറ്ററിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ HSDO പോർട്ടറായിട്ട് അപ്ലൈ ചെയ്യാം. ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെ കിച്ചൺ പോർട്ടറായിട്ട് അപ്ലൈ ചെയ്തു. അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടി. വെരി ഗുഡ്. അപ്പൊ അതിന് ചെറിയൊരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തു. അപ്പൊ ജിഷയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് സപ്പോർട്ട് കൊടുത്തു. ജിഷ വർക്ക് ചെയ്യുന്നത് ITU അല്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നത് ICUലാണ്. മലയാളികളൊക്കെ ഉണ്ട്. 10-20 മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ. നാട്ടില് നമ്മുടെ ജോലി ചെയ്ത് അതായിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ വ്യത്യാസം തോന്നിയുണ്ടോ? നാട്ടിലായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എൻവയോൺമെന്റ് വ്യത്യാസമുണ്ട്. ഇവിടെ കുറച്ചും കൂടി ഒരു എന്താ പറയാ, എല്ലാവരും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഹെൽപ്ഫുൾ ആണ് ഇവിടെ. നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സീനിയേഴ്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് കെയറും എല്ലാം തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് നാട്ടിൽ ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ നമുക്ക്. അതെ അതെ. സ്റ്റെപ്പ് 1 കോമ്പിറ്റൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് 2 കയറാം. നമുക്ക് ICU ട്രെയിൻഡ് കോഴ്സിലോട്ട് കയറാം. ITU ട്രെയിനിങ് ആണ് നെക്സ്റ്റ്. ഇവിടെ വീടൊക്കെ എങ്ങനെയാണ്? നമ്മൾ വാടകയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? വന്ന സമയത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു വീടൊക്കെ കിട്ടാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ റൈറ്റ് മൂവിൽ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേരുടെയും സാലറി സ്ലിപ്പും എല്ലാം വെച്ച് വേണം നമ്മൾ അവർ നോക്കിയെടുക്കാനായിട്ട്. അവർ നോക്കും ബെസ്റ്റ് ആരാണ് ചൂസ് ചെയ്തിട്ട്. സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വീടുകൾക്ക് റെന്റ് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വീടിന്റെ സൗകര്യം എങ്ങനെ? എത്ര ബെഡ്റൂം ആണ് വീട്? ഇത് 3 ബെഡ്റൂം ഹൗസ് ആണ്. ഇതിന് റെന്റ് ആയിട്ട് ഞങ്ങൾ 900 പൗണ്ട് ആണ് കൊടുക്കുന്നത്. അവരുടെ ബില്ല് അഡീഷണൽ എല്ലാ ചെലവുകളോട് കൂടി എത്ര വരും? അതൊരു 1300-400 റേഞ്ച്. അപ്പോൾ ഇപ്പൊ 3 ബെഡ്റൂം ഹൗസിന് നമുക്ക് ഇവിടെ 900 പൗണ്ട് ആണ് മന്ത്ലി റെന്റ് നൽകേണ്ടത്. അപ്പോൾ ബാക്കി ചിലവെല്ലാം കൂടെ കൂടി ഒരു 1300 ആ ലെവലിൽ നമുക്ക് എക്സ്പെൻസ് ടോട്ടൽ അല്ലേ. അപ്പോൾ ഈസ്റ്റ് ഇംഗ്ലണ്ടിലൊക്കെ ഇതുപോലെയാണ്. മറ്റ് ലണ്ടനോ മറ്റ് സിറ്റികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെന്റ് ഒക്കെ കുറവാണ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ ആണെങ്കിൽ 2500 പൗണ്ട് 3000 പൗണ്ടൊക്കെയാണ് വീടിന് റെന്റെങ്കിൽ ഇവിടെ നമുക്ക് 900 പൗണ്ട് 1000 പൗണ്ടിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വീട് കിട്ടും. അപ്പൊ ഗാർഡനും എല്ലാ സൗകര്യങ്ങളും ഗാർഡൻ ഉണ്ട്, ഗ്യാരേജ് ഉണ്ട്. പിന്നെ 3 ബെഡ്റൂം വീടാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ വീടാണ്. ഇതിന് 900 പൗണ്ട് ആണ് ഞങ്ങൾ മന്ത്ലി റെന്റ് അടക്കുന്നത്. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ? 2 ബെഡ്റൂം എംപ്റ്റി. ഞങ്ങള് 2 ബെഡ്റൂമിന്റെ വീടാണ് തിരക്കിയത്. പക്ഷെ ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങള് 3 ബെഡ്റൂമിൽ. ഇങ്ങനെ പേരന്റ്സിനെ ആരെങ്കിലും കൊണ്ടുവരാൻ പ്ലാനുണ്ടോ? ഇപ്പൊ പ്ലാൻ ഇല്ല. ഇതുപോലെ തന്നെ നമുക്ക് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകളൊക്കെയാണ് ഈസ്റ്റ് ഇംഗ്ലണ്ടിലുള്ളത്. പ്രത്യേകിച്ചും ഇതുപോലെ ഗോഡ്സ്റ്റൺ ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലാണല്ലോ ഉള്ളത് NHS. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ വീടിനൊന്നും വലിയ ബുദ്ധിമുട്ടാൻ സാധ്യതയില്ല അല്ലെ? അക്കോമഡേഷൻ ഒക്കെ കിട്ടാനൊക്കെ. അക്കോമഡേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഉണ്ട്. പിന്നെ ഏരിയകളിലുണ്ട് വീട്, പക്ഷെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വർത്തിങ്ങിലായിരുന്നു. അവിടുന്ന് ഞാൻ ട്രസ്റ്റ് മാറി ഇങ്ങോട്ടേക്ക് വന്നതാ. സോ നമ്മൾ ഹോസ്പിറ്റൽ അക്കോമഡേഷനുമായിട്ട് വലിയ കോണ്ടാക്ട് വന്നിട്ടില്ല. എന്തെങ്കിലും കാരണം കൊണ്ടാണോ മാറിയത്? മാറാൻ കാരണം റെന്റ്
അപ്പൊ പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ ചെലവ് കൂടിയ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അവിടെയുള്ള NHS ഹോസ്പിറ്റലുകളിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലോട്ട് മാറുമ്പോൾ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ HR വഴിയുള്ള പ്രോസസ്സിലൂടെ വെരിഫിക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ഡിപ്പെൻഡ് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഇന്റർവ്യൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ജോലി കിട്ടാനും എളുപ്പമാണ് NHS. ഓക്കെ. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇപ്പൊ നന്നായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമുക്ക് ജോലി അവിടെ കിട്ടുകയും ചെയ്തു NHS തന്നെ. ഇപ്പൊ NHS നമുക്ക് എന്ത് ജോലി എന്നില്ല. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന NHS ട്രസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോലി പോലെ തന്നെയാണ്. ഇപ്പൊ വീട് വാങ്ങുകയൊക്കെ ആണെങ്കിൽ നമുക്ക് NHS ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒത്തിരി മുൻഗണന നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ ഇപ്പോൾ ഉടനെങ്ങാനും? പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചറിൽ ഈ ഏരിയയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ഇഷ്ടം? തൽക്കാലത്തേന് ഇവിടെ തന്നെ നമ്മള് ഒക്കെയാണ്. വെരി ഗുഡ്. ഇപ്പൊ നല്ലൊരു ഏരിയ ആണത്. കാരണം തീരപ്രദേശം തൊട്ടടുത്ത് തന്നെ ഗോൾഡ് സ്മിത്ത് ബീച്ച് അടുത്ത് തന്നെ, അത് UK തന്നെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ്. പിന്നെ ഹോസ്പിറ്റലിലോട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കറിവേപ്പില എങ്ങനെയാ ഇവിടെ വളർത്തിയത്? കറിവേപ്പിലയുടെ തണ്ട് നമ്മള് ശരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. എന്നിട്ട് അതിവിടെ വെച്ചു. ഇപ്പൊ 2-3 മാസം നാട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നു? തയ്യായിട്ട് കൊണ്ടുവന്നു? തൈയായിട്ട് കൊണ്ടുവന്നാണ്. ഏത് മാസത്തിലായിരുന്നു കൊണ്ടുവന്നത്? ഞങ്ങള് നാട്ടിൽ പോയിട്ട് വന്നത് എപ്പോഴായിരുന്നു? മെയില്. അപ്പൊ ഇവിടെ സമ്മറാണ്, അതുകൊണ്ടാണ് അത് പിടിച്ചത്. നമ്മൾ വിന്ററിൽ കൊണ്ടുവന്നാൽ അത് പിടിക്കില്ല. മെയില് കൊണ്ടുവന്ന മെയിലാണ്. വെരി ഗുഡ്. നന്നായിട്ട് വളരുന്നുണ്ടേ. നല്ല വെരി ഗുഡ്. സൂക്ഷിച്ചു വെച്ചേക്കാണ്. അത് തന്നെയല്ല, വിൻഡോയിൽ ഇരിക്കുമ്പോ ഇച്ചിരി വെയിലും കിട്ടുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇച്ചിരി വാം ഒക്കെ അല്ലേ? ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുവാണ്. വലിയ പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ശകലം കൂടി. പിന്നെ സമ്മറിൽ പുറത്തു വെക്കാം അല്ലേ? സമ്മറില് പുറത്തും വെക്കാം. പിന്നെ ഇവിടെ ഈ ജനലിന്റെ ഇവിടുന്ന് വെയിൽ വെയിൽ വരുന്നുള്ളതുകൊണ്ട് സൺലൈറ്റിന്റെ ഇതിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വീട് വാങ്ങിച്ചപ്പോ ഇവിടെ ഫർണിഷ്ഡ് അല്ലായിരുന്നു എന്നാ പറഞ്ഞേ അല്ലേ? ഫർണിഷ്ഡ് അല്ലായിരുന്നു. അത്യാവശ്യം ഞങ്ങള് അല്ലാതെ നമ്മള് വാങ്ങിച്ചെടുത്തതാ. കൊളീഗ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കൊളീഗ്സ് ഒക്കെ നല്ലതാണ്. എല്ലാവരും ഒക്കെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ളവരൊക്കെയാണ്. നല്ല രീതിയിലൊക്കെ ഡ്യൂട്ടി. ഇവിടുത്തെ ആളുകളായാലും അല്ലേ, നല്ല കൂടെയുള്ള ഇംഗ്ലീഷ്, ഓൾറെഡി ഈ ഏരിയയിലുള്ള ഇംഗ്ലീഷ് പ്രത്യേകിച്ചും വെൽക്കമിങ് ആണ്, വളരെ ഫ്രണ്ട്ലി ആണ് അല്ലേ? അങ്ങനെ കറക്റ്റ് ആണോ? ഇവിടെ ഉള്ളവരൊക്കെ അപ്രോച്ചബിൾ ആണ്. കാരണം ഞാനൊരു ട്രസ്റ്റ് മാറി വന്നതാണെങ്കിലും എന്റെ ഒരു സൂപ്പർന്യൂമറി പീരീഡ് ഒക്കെ ആണെങ്കിലും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് 6 വീക്സ് സൂപ്പർന്യൂമറി പീരീഡ് ഉണ്ടല്ലോ. ആ ഒരു ടൈമിലാണെങ്കിലും നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. നമ്മൾ വേറെ ട്രസ്റ്റിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പഠിപ്പിക്കാനും എങ്ങനെയാണ് ചേഞ്ചസ് എന്നൊക്കെ ഉള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കൂടെ സപ്പോർട്ടീവ് ആണ് എപ്പോഴും. നല്ല ഏരിയ ആണല്ലേ ഇവിടെ? എക്സ്പെൻസീവ് അല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? ബീച്ച് ഫ്രണ്ട്. ഇവിടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് അത്യാവശ്യം ഗാർഡനും ഉണ്ട്. സമ്മറിൽ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കുറച്ച് ബീൻസ് ഒക്കെ നട്ടായിരുന്നു. ബീൻസ്, തക്കാളി ഒക്കെ നട്ടായിരുന്നോ? അതൊക്കെ നട്ടായിരുന്നു. ബീൻസ് ഒക്കെ എടുത്തു. ഇങ്ങനെ പോട്ടിലാണോ നട്ടേ നിങ്ങൾ? അതെയോ ഈ സൈഡിൽ ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടെ തന്നെ നടുക? ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ കുറച്ച് നട്ട്. ഓക്കെ. ഇപ്പോഴും ഉണ്ടല്ലോ കുറച്ച് ബീൻസ്. ഓക്കെ. കൊച്ചി സൈഡിൽ കൂടെ, ആ മണ്ണുള്ള സൈഡിൽ കൂടെ ഒക്കെ അല്ലേ? എല്ലാം ഈ സൈഡിൽ കൂടെ തന്നെ വെച്ചു. അവിടെ വെച്ചു ബീൻസ്. തക്കാളി വെച്ച അത്ര ഇതായില്ല, പെട്ടെന്ന് പോയി. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ വെയിലുള്ളത് ജസ്റ്റ് 6 months ആണല്ലോ നമുക്ക് ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉള്ളൂ. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോകും. ഇത് എന്തെങ്കിലും നമ്മൾ പയറൊക്കെ നടുമ്പോൾ ഇങ്ങനെ ആ സൈഡിലാണോ വെയിൽ കൂടുതലെങ്കിൽ ആ സൈഡിൽ നടണം. നന്നായിട്ടുണ്ടാവും അവിടെ അല്ലേ? വെയിലുണ്ടാവും. നമ്മള് വെയിലുള്ള ടൈമില്, സമ്മർ ടൈമിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്തതാ. ഇവിടെ കുഴിച്ച് വെച്ചത് എല്ലാം ഉണ്ടാവും ഇവിടെ. ശരിക്കും ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ്. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തായാലും എല്ലാം ഓക്കെ ആയി കിട്ടുന്നുണ്ട്. ആരെങ്കിലും പേരൻസിനെ ആരെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇത് ഇപ്പൊ നമ്മള് റീസെന്റ് ഇവിടുന്ന് ഗാർഡനിൽ ഉണ്ടായതാണ്. അപ്പൊ അവിടുന്ന് പറിച്ചു വെച്ചതാണ്. ഇത് കുറച്ച് മൂത്ത് പോയി, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മുടെ ഈ വർഷത്തെ സമ്പാദ്യം എന്നുള്ള രീതിയിൽ. വെരി ഗുഡ്. അല്ല, അത് നമുക്ക് ഇങ്ങനെ പൊളിക്കാലോ അല്ലെ? പൊളിച്ചിട്ട് നമുക്ക് പയറ് ഓർമ്മിക്കാം. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ ഒക്കെ? എങ്ങനെയുണ്ട് നമ്മുടെ പരിസരമൊക്കെ? എങ്ങനെയുണ്ട് ഈ ഏരിയ നല്ലതാണ് ആക്ച്വലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. കാം ആൻഡ് ക്വൈറ്റ് ആണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണെങ്കിലും സുഖമായിട്ടൊക്കെ നല്ല രീതിയിൽ കിടന്ന വളരെ ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിപ്പോ നമുക്ക് ഇവിടെ കാണാം. അല്ല, എല്ലായിടത്തും തന്നെ നല്ല വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൺജഷൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നല്ല എല്ലായിടത്തും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഏരിയ. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ ഇപ്പൊ കൗൺസിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് 1 മൈൽ ദൂരെയാണെങ്കിൽ പെർസിമൻ എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ധാരാളം വീടുകൾ പണിയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു 3 മൈൽ ദൂരത്തിൽ ലോവൽ എന്ന് പറഞ്ഞ കമ്പനി കുറച്ച് വീടുകളും വേറെ പണിയുന്നുണ്ട്.
അപ്പോൾ നമുക്ക് വീട് വാങ്ങാനാണെങ്കിലും ഇതുപോലെ പ്രധാന സിറ്റിയിൽ നിന്ന് മാറി വീട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ച് വീട് വാങ്ങാം. അത് മാത്രമല്ല ഇപ്പോൾ ഗവൺമെന്റ് പ്ലാൻ അനുസരിച്ച് ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് അതുപോലെ ധാരാളം പേർക്ക് എല്ലാവർക്കും വീട് വാങ്ങാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഗവൺമെന്റ് നൽകുന്നത്. അപ്പോൾ ന്യൂലി ബിൽഡ് ഹൗസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളായിരിക്കും ഇനി വരാൻ പോവുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വീട് വാങ്ങാനുള്ള പ്ലാനുകളുണ്ടല്ലേ? ആ ഓക്കെ. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ പേ സ്ലിപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് വാങ്ങാം. അതെ, ഇപ്പം പണിയുന്ന വീടുകളാണെങ്കിൽ തന്നെ പെർസിമെന്റ് എന്ന് പറഞ്ഞ കമ്പനിക്കാരാണെങ്കിൽ ഫസ്റ്റ് ടൈം ബയേഴ്സിന് അവർ 5% സ്കീം കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 5% കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ നമുക്ക് വീട് തരാൻ തയ്യാറാണ്. മലയാളികൾ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട്. ഒത്തിരി മലയാളീസ് ഉണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവർ കുറേ പേര് തന്നെ ആ ഒരു സെക്ഷനിലുണ്ട്. അത് ബിൽഡേഴ്സ് കൊടുക്കുന്ന ഓഫറാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ മലയാളികളുണ്ടോ? ഉണ്ട് മലയാളികളുണ്ട്. 20 മലയാളികളോളം ഉണ്ട്. ഞങ്ങൾ തന്നെ മലയാളികൾ തന്നെയായിട്ട്. വേറെ ഡിപ്പാർട്ട്മെന്റുകളിലും മലയാളികളുണ്ടല്ലേ? ഉണ്ട് ഇഷ്ടംപോലെ മലയാളികളുണ്ട്. മലയാളികൾ ഒത്തിരി ഉള്ള ഏരിയയാണ്. ഞാൻ വർക്ക് ചെയ്ത നേരത്തെ ഏരിയ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മലയാളികൾ കൂടുതലാണ്. ഇപ്പൊ മലയാളികളുടെയൊക്കെ വരവ് കുറഞ്ഞോ നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ? കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറഞ്ഞെന്ന് തോന്നുന്നു. റിക്രൂട്ട്മെന്റ് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കെയർ ഹോമുകളിലൊക്കെ ഉള്ള റിക്രൂട്ട്മെന്റുകൾ കുറഞ്ഞു, NHS-ലോട്ടുള്ളതും കുറഞ്ഞു. ഇപ്പോൾ നേഴ്സുമാരായിട്ടുള്ളവരുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഉണ്ട്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ICU-ലാണെങ്കിൽ നമുക്ക് ICU ട്രെയിൻഡ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നമ്മൾ ഓരോ കോമ്പിറ്റൻസി കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നമുക്കത് മുമ്പോട്ടേക്ക് സപ്പോർട്ടീവാണ് നമുക്ക് മാനേജർമാരെ. ഇപ്പൊ നമ്മളിവിടെ വന്ന് വീഡിയോ ഇട്ട സമയത്താണ് ഞാൻ കോൺടാക്ട് ചെയ്തതും മെസ്സേജ് അയച്ചതും. ഇപ്പോൾ ജിഷയുടെ വീട് എവിടെയാണ് ഇപ്പോൾ? എൻ്റെ വീട് കോട്ടയം കടുത്തുരുത്തി. ഓക്കെ. അപ്പോൾ ആ പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു? ഞാൻ നഴ്സിംഗ് പഠിച്ചത് പൂനെയിലാണ്. പൂനെ റുബി ഹോൾ ക്ലിനിക്കിലാണ് അവിടെ പഠിച്ചത്. അവിടെ തന്നെ വർക്കും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വെരി ഗുഡ്. മെജോ എന്തായിരുന്നു ചെയ്തതിന് മുമ്പ്? മെജോയുടെ വീട് എവിടെയാണ് നാട്ടില്? ഞാൻ താമസിക്കുന്ന നാട്ടിൽ തൊടുപുഴയ്ക്ക് അടുത്ത് മണപ്പുറം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നാട്ടിൽ MCOM കഴിഞ്ഞു. അതിനുശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പറഞ്ഞ പാസ്സായി. അതിനുശേഷം കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ അവിടെ ഇലക്ട്രീഷ്യനായിട്ട് 2 വർഷക്കാലം ജോലി ചെയ്തു. വെരി ഗുഡ്. അതിനുശേഷമാണ് UK ഇവിടെ വന്നപ്പോൾ നമ്മൾ പഠിച്ചതായിട്ട് ബന്ധപ്പെടാത്ത മറ്റൊരു ജോലി കിട്ടിയപ്പോഴും ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്കതിനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഇവർ ഏത് ജോലി കയറിയാലും പ്രത്യേകിച്ച് ട്രെയിനിങ് കാര്യങ്ങളും തരുന്നതുകൊണ്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഗോൾസ്റ്റണിൽ വന്ന് നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നിങ്ങളോട് വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇവിടെ 3 ബെഡ്റൂം ഹൗസിൽ നിങ്ങൾ 2 പേര് താമസിക്കുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇന്ന് ജിഷയ്ക്ക്, എന്നിട്ടും നമ്മളെ വിളിച്ചു. ഇപ്പോൾ വീട് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നു. അപ്പോൾ വളരെയധികം സന്തോഷം നിങ്ങളെ കണ്ടതിൽ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും.